വിശ്വാസം ഭ്രാന്താകുന്നത് എപ്പോൾ? ഏതൊരു ചിന്തയും അധികമായാൽ അത് അപകടമാണ് എന്ന് നമുക്കറിയാം. ചിന്തകളെ സാധാരണ മനുഷ്യരായ നമ്മൾ രണ്ട് ഗണത്തിൽപ്പെടുത്താറുണ്ട്. ഒന്ന് നെഗറ്റീവ് ചിന്തകളെന്നും മറ്റൊന്ന് പോസിറ്റീവ് ചിന്തകളെന്നും. ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ വികാര വിചാരങ്ങളെല്ലാം തിന്മയാണ്, ദൈവിക ചിന്തകളാണ് പോസിറ്റീവായ ചിന്തകൾ എന്നൊക്കെയാണ് നമ്മുടെ മതക്കച്ചവടക്കാർ നമ്മെ പഠിപ്പിക്കുന്നത്. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് പോലെ സദാസമയം ആത്മീയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതും ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിയുക. പൗരോഹിത്യവർഗവും ആത്മീയ കുറുവാ സംഘവും എപ്പോഴും നിങ്ങളെ അവരുടെ പ്രാർത്ഥനകളിലും കൂതാശകളിലും തളച്ചിടുവാൻ നോക്കും. അവരുമായി നിങ്ങളുടെ ലിങ്ക് പോകാതിരിക്കുവാൻ വേണ്ടിയാണ് പലതരം കൂതാശകളും പലതരത്തിലുള്ള ഉപവാസ പ്രാർത്ഥനകളും ഉണർവ് യോഗങ്ങളും ഒക്കെ ഇവർ നടത്തുന്നത്. കുറുവാസനം പോലെയുള്ള പൈശാചിക കേന്ദ്രങ്ങളിൽ പോയാൽ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളുടെ ഒരു ഷെഡ്യൂൾ തന്നെ അവർ നിങ്ങൾക്ക് തരും. ഇതിലൂടെ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും അവരുടെ നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടിയാണ് ഇവർ ഇപ്രകാരം ചെയ്യുന്നത്. മനസ്സ് ഇവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ വെറും അടിമകളായി തത്തമ്മയെ പൂച്ച എന്ന് പറയുന്നത് പോലെ ഇവന്മാർ പഠിപ്പിക്കുന്ന ജൽപ്പനങ്ങളുമായി നിങ്ങൾ തേരാപ്പാരാ നടക്കും. മറ്റുള്ള മനുഷ്യർ, സാത്താൻ്റെ സന്തതികൾ, ലോകമനുഷ്യർ, ജഡീകർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ഇവർ ക്രിയേറ്റ് ചെയ്യും. കടം കയറി കുടുംബവും മുടിഞ്ഞ് ആക്രി വെറുക്കുവാൻ പോകുന്ന ഗതികേടുള്ളവരും പറയുന്നത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ വിശ്വാസത്തിലാണ് എന്നൊക്കെയാണ്. നിത്യതയിലെല്ലാം ഞങ്ങൾക്ക് ലഭിക്കും, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇവരുടെ പാച്ചർമാർ, പുരോഹിതന്മാർ ഈ ഗതികെട്ടവരുടെ സ്തോത്രകാഴ്ചയും ദശാംശവും ഒക്കെ വാങ്ങിത്തിന്ന് സമ്പന്നതയിൽ, സുഖലോലുപതയിൽ വാഴുന്നു. നിങ്ങൾ വെറും മൊണ്ണകളായതുകൊണ്ടാണ്, മാനസികമായ വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് നിങ്ങളെ ഈസിയായി കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും പദവിയിലും ഒന്നും യാതൊരു കാര്യവുമില്ല. വിദ്യാഭ്യാസമുള്ള മുണ്ണയെന്നും പഠിപ്പ് കുറഞ്ഞ മുണ്ണയെന്നുമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്ന കാര്യങ്ങളാകും നിങ്ങളുടെ ചിന്തയെ തുടർന്നങ്ങോട്ട് സ്വാധീനിക്കുന്നത്. അവർ പറയുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. മനസ്സ് കൈവിട്ടു പോകാതെ ചിലർ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവരുടെയൊക്കെ മനസ്സിൽ വലിയ ആശയസംഘടനം നടന്നുകൊണ്ടിരിക്കുകയാവും ആ സമയം. ചിന്തകളെ ഇപ്രകാരം അടിച്ചമർത്തുന്നവർക്ക് പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാം. പത്രം വായിക്കരുത്, TV കാണരുത്, സിനിമ കാണരുത്. കണ്ടാൽ നിങ്ങൾക്ക് ബോധം വരും. അവന്മാരുടെ കച്ചവടം പൂട്ടും. അതുകൊണ്ടാണ് ഇവയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. സ്ത്രീകളാണ് ഇത്തരം കണികളിൽ അധികമായി ചെന്ന് വീഴുന്നത്. അവരാണ് കാര്യമായ പണിയൊന്നുമില്ലാതെ ഇരുന്ന് ചുമ്മാ ചിന്തിച്ചു കൂട്ടുന്നത്. അവരവരുടേതായ കർമ്മമൊന്നും ചെയ്യാതെ പ്രാർത്ഥനയും ഉപവാസവുമായി നടക്കുന്നു. വീട്ടിൽ വന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇങ്ങനെ കൈകൊട്ടിപ്പാട്ടും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയായി നടക്കുന്ന ആളുകളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നാണ് ഇവരുടെ ഒരു ധാരണ. ഇവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടോ, ബിസിനസ് നടത്തുന്നത് കൊണ്ടോ, മക്കൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് കൊണ്ടോ ഒക്കെയാണ്. പോസിറ്റീവായ കാര്യങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ സംഭവിക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിന് കൊടുക്കുന്നു. ഏതെങ്കിലും വിപരീതമായി സംഭവിച്ചാൽ അത് പൈശാചിക ശക്തികളുടെ പ്രവർത്തനമാണ് എന്ന് പറയുകയും ചെയ്യും. നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ നിസ്സഹായരാണ്, എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തുനിന്ന് നിങ്ങൾ മാറ്റപ്പെടേണ്ടവരാണ്, നിത്യജീവൻ സ്വർഗത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ ആത്മവിശ്വാസം നശിപ്പിച്ച് അവനെ പേടിപ്പിച്ച് ഇടനിലക്കാരായി ഈ ആത്മീയ കുറുവാ സംഘം രംഗപ്രവേശം ചെയ്യുന്നു. എപ്പോഴും പ്രാർത്ഥനയും ഉപവാസവും പള്ളിപ്പറമ്പും പ്രാർത്ഥനാ കേന്ദ്രവും ഒക്കെയായി നടക്കുന്നവർ മാനസിക രോഗികളാണെന്നും അവർക്ക് ചികിത്സ ആവശ്യമാണെന്നും മനസ്സിലാക്കുക. എന്തും ആവശ്യത്തിനാകാം, അമിതമാകരുത്. ആരോഗ്യകരമായ മദ്യപാനത്തിൻ്റെ അളവെന്താണെന്ന് ചോദിക്കുന്നത് പോലെയാണ് ആരോഗ്യകരമായ വിശ്വാസത്തിൻ്റെ അളവും. നമുക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നാം എങ്ങും പോകില്ല. ഇതിന് വേണ്ടുന്നത് ചില യാഥാർത്ഥ്യബോധമാണ്. ചില യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയണം, മനസ്സിലാക്കണം. നമ്മുടെ കർമ്മമനുസരിച്ചാണ് നമ്മളുടെ ഭാവി എന്ന് മനസ്സിലാക്കുക. അതിന് കുറുക്കു വഴികളില്ല. കഷ്ടപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. അതിന് തുടർച്ചയായ പ്രയത്നം വേണം, തളരാത്ത ഒരു മനസ്സ് വേണം. നിങ്ങൾ ദൈവത്തെയും വിളിച്ചുകൊള്ളൂ, പക്ഷേ അവിടെ പോയാൽ ഇവിടെ പോയാൽ ദൈവം കെട്ടിയിറക്കി തരും എന്ന് പറയുന്നത് വിശ്വസിക്കരുത്. അതുപോലെ ഈ ജീവിതത്തിൽ നമുക്ക് കഷ്ടതകൾ വരും, രോഗങ്ങൾ വരും. ഇന്നല്ലെങ്കിൽ നാളെ നാം മരിച്ചു പോവുകയും ചെയ്യും. രോഗം വരാതിരിക്കുവാനുള്ള ശ്രദ്ധ, വന്നാൽ തക്ക സമയത്തുള്ള ചികിത്സ ഒക്കെ ആവശ്യമാണ്. ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തുവാൻ പ്രാപ്തരായിട്ടുള്ള ആരും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം
മനസ്സിലാക്കുക. ഇനി ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത് കത്തോലിക്ക പ്രസ്ഥാനത്ത് നിന്നും പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോയ സാറാമ്മ എന്ന ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ സംഭാഷണമാണ്. അവർക്ക് വിശ്വാസത്തെക്കുറിച്ച് അവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള അനേക ലക്ഷം വിശ്വാസികളുടെ ഒരു പ്രതീകമാണ് ഈ സാറാമ്മ. സാറാമ്മയുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹലോ, കേൾക്കുന്ന ഒരാളാണ്. ഞാനുള്ള ഒരു കാര്യം പറഞ്ഞു. ഞാൻ RCC പെന്തക്കോസി വന്നു. RCS റോമൻ കാത്തലിക് സുറിയാനിക് സഭയിൽ നിന്ന് വന്നതാണ്. ഞാൻ പെന്തക്കോസ് വിശ്വാസത്തിൽ കടന്നു വന്ന ആളാണ്. അപ്പം ഞാൻ ഈ പെന്തക്കോസുകാരെ എല്ലാം പെന്തക്കോസ് എന്നും പറഞ്ഞു എന്നാൽ വേദപുസ്തകം സത്യമാണെന്നും അത് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനകത്ത് വചനങ്ങളും എല്ലാം അതുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെ സഹോദരി ഈ കത്തോലിക്ക പൈശാചിക കൂട്ടായ്മയിൽ നിന്നും പെന്തക്കോസിലേക്ക് പോയി? പക്ഷെ അന്ന് ഞങ്ങൾ വേറെഞ്ഞ് 10-21 വർഷമായിട്ട് ഞങ്ങൾ 22 വർഷം അന്നത്തെ ആ ഇതിന് ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾ കടന്നു വന്നു. അത് വേറെ ഓരോ കാര്യങ്ങൾ സത്യം അതനുസരിച്ച് ഞങ്ങൾ കടന്നു വന്നു. പക്ഷെ ഇന്ന് എല്ലാ പെന്തക്കോസുകാരെയും ഞാൻ പറയല, പെന്തക്കോസ് പുതിയ ന്യൂ ജനറേഷൻ നിങ്ങൾ പറയുന്ന പകുതി മുക്കാലും ശരി സംഭവങ്ങൾ ഇത് മുഴുവൻ ശരിയാ. ഇവര് പണത്തിന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാതൃകയല്ല. ഇവരിത് വെച്ച് വിശ്വാസികളെ വെച്ച് ഇവർ പല തട്ടിപ്പുകളും ഇവർ നടത്തി ഇവർ തന്നെ കാശുണ്ടാക്കി ജീവിക്കാം. ഇവർ ആടിന്റെ ഇവരുടെ തൊഴിലെന്ന് ചോദിച്ചാൽ ഇവർ ആടിന് തീറ്റ കൊടുക്കുകയല്ല, ഇവർ തിന്നും. ഇടയന്റെ തൊഴിലെന്ന് വെച്ചാൽ ഈ ആടുകൾക്ക് തീറ്റ കൊടുത്തിട്ട് വേണ്ട ഇടയും ഭക്ഷിക്കാൻ. അതല്ലേ യഥാർത്ഥ ഇടയല്ല. കർത്താവ് അതല്ലേ ചെയ്തു. ഇത് ആടിന് തീറ്റയും കൊടുക്കത്തില്ല, ആടിന്റെ പാല് കുടിക്കുകയില്ല, ആടിനെ അറുത്ത് മൊത്തത്തിൽ സാപ്പിടും. ഇതെന്താന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസി എന്ന് വെച്ചാൽ യഥാർത്ഥ ഒരു വിശ്വാസി എന്നാന്ന് ചോദിച്ചാൽ അവന് നെയ്യിൽ ഒരു 2 മാസം കിട്ടിയ ഒരു ആടിനെ എന്നാ ചെയ്യണം? അതിന് വളർത്തി 6 മാസം ആകുമ്പോൾ അതിനെ ചനിയേൽപ്പിച്ച് അല്ലെങ്കിൽ അതിനൊരു കുട്ടിയുണ്ടായി അതിന്റെ പാൽ എന്ത് ചെയ്യും? അതിൻ്റെ ആയിട്ട് നിൽക്കുമോ? ഇല്ലല്ലോ, ഒരിക്കലും നിൽക്കത്തില്ല. ആ പാട് ആര് കറന്നു കുടിക്കണം? അന്നേരമാണ് ഇടയൻ അതിൻ്റെ പാല് കുടിക്കുന്നത്. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2 മാസം ആകുമ്പോൾ തന്നെ 2 മാസമായ ഒരാടിനെ ചനിയില്ലാത്ത ഒരാടാണെങ്കിൽ അതിനെ ഇവരെന്ത് ചെയ്യുക? അന്നേരം ഇതിനെ കറന്ന് ഭക്ഷിക്കുന്നവരാണ് ഇന്നത്തെ പല ഇടയന്മാരും. ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഇതുപോലൊരു എൻ്റെ ഒരു അനുഭവമാണ്. ഞങ്ങളെന്ന് പറഞ്ഞ് ഞാനും പെന്തക്കോസിലാണ്. ഞാൻ ഒരിക്കലും ഈ വചനം യഥാർത്ഥ സത്യം ഇത് തന്നെയാണ്. സഹോദരി ഇപ്പം ഇത് രണ്ടും വിരോധാഭാസമല്ലേ സഹോദരി? വചനം അറിയാമെന്ന് പറയുന്നു, വചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, വചനം വായിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ടും ഈ പൈശാചിക കൂട്ടായ്മയിൽ നമ്മളിപ്പോൾ കുഴിയിലാണ് വീണ് കിടക്കുന്നത് മനസ്സിലായിട്ട് എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല? എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനകത്ത് കടന്നു വന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് മറുപടി തരുന്നുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഇവർക്ക് അടിമപ്പെട്ട് ഞാൻ പോകുന്നില്ല. ഇപ്പൊ അവിടെ പോകുന്നുണ്ടോ? ഞങ്ങൾ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുപോലെ ഈ കാശ് പിരിക്കുന്ന സഭയിലൊന്നുമല്ല ഞാൻ പോകും. ഈ ദൈവത്തെയും സാത്താനെയും ഒരുപോലെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ ദൈവത്തെ അറിയുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പിന്നെ ഈ പൈശാചിക കൂട്ടായ്മയിലേക്ക് എന്തോ കാര്യത്തിനാ പോകുന്നത്? ഞാൻ എന്റെ ഹൃദയത്തില, എന്റെ കർത്താവ് എന്റെ ഹൃദയത്തില. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പൈശാചിക പാച്ചർമാരുടെ കൂട്ടായ്മയിലേക്ക് പോകുന്നത്? ഞാൻ പാച്ചർമാരുടെ കൂട്ടായ്മയിലല്ല പോകുന്നത്. പിന്നെ ഞാൻ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്നിടത്താണ് പോകുന്നത്. അതെവിടാ? അത് സഭയൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ സഭ തന്നെയാണ്. എഴുതിയിലോട്ട് എന്തിനാ സഹോദരി ഓടുന്നത്? ദൈവത്തെ അറിയുന്നു പറയുന്നു. സാറേ, അത് ഒരിക്കലും പറയാനല്ല. നിങ്ങൾ ഓരോ കാര്യങ്ങൾ എല്ലാ സഭകളും ഇത് തന്നെയാണ്. കത്തോലിക്ക സഭയാണെങ്കിലും എല്ലാം ഇത് തന്നെയാ. അല്ല, ഇതിനെ സഭയെന്ന് ആരാ വിളിച്ചത്? ഇതിന് ദൈവമായിട്ട് എന്തെങ്കിലും കർത്താവ് യേശുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കർത്താവ് ഇതിൽ ഏതെങ്കിലും ഒരു സഭ കർത്താവ് സ്ഥാപിച്ചാണോ? സത്യത്തിൽ കർത്താവ് ഇരിക്കും നമ്മുടെ ഹൃദയത്തിലെ കർത്താവ് വേണ്ടത്. അല്ലേ? അതല്ലേ നമ്മുടെ ആലയോടല്ലേ? നമ്മുടെ ഹൃദയ ആലയം. നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് നമ്മള് രഹസ്യത്തിൽ നമ്മുടെ കർത്താവിനെ പഠിപ്പിച്ച് നമ്മൾ ഈ സമൂഹമായിട്ട് ഒത്തുകൂടുമ്പോൾ നമുക്കൊരു കൂട്ടായ്മ വേണ്ടേ? കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞ് പൈശാചിക കൂട്ടായ്മ പോകണം. നമ്മളിപ്പം കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു മദ്യപാന സംഘത്തിൽ നമ്മൾ പോയാൽ എല്ലാവരും കുറ്റം പറയും. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആഭാസന്മാരുടെ കൂടെ പോയാൽ നമ്മളെ കുറ്റം പറയും. എന്നാൽ അതിനേക്കാളും ആഭാസന്മാരായ, കുടുംബം നശിപ്പിക്കുന്നവന്മാരായ, നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയുന്ന, സാമ്പത്തികമായി നമ്മളെ തകർക്കുന്ന ഇത്തരം ഈ കുറുവാസങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പരിശുദ്ധിയുടെ പരിവേഷവും ഒരു ആത്മീയതയുടെ പരിവേഷവും കിട്ടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും അതല്ലല്ലോ സാറേ, എല്ലാവരും അതല്ലല്ലോ. ഏതാ? എല്ലാവരും ഇതല്ലല്ലോ. എന്നാ പറ, നല്ലൊരു അങ്ങനെയുള്ള ഒരു ദൈവവിശ്വാസമുള്ള, അല്ലെങ്കിൽ നമുക്കൊരു മാതൃകയാക്കാവുന്ന ആളുകൾ ആരുണ്ട്? സഹോദരി പോകുന്ന പൈശാചിക കൂട്ടായ്മയുടെ പേര് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരോ കൂട്ടായ്മകളിൽ പോകാൻ ഓരോ കാരണമുണ്ട്. ഒന്നല്ല അവിടുത്തെ പാട്ടിന്റെ രീതിയാകാം, അല്ലെ ഇയാളുടെ വചന ശുശ്രൂഷയുടെ അയാളുടെ നാക്കിന്റെ കഴിവാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചില ആളുകൾക്കാണെങ്കിൽ എന്തെങ്കിലും നക്കപ്പിച്ച സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാകാം.
സത്യദൈവത്തെ അറിയാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു ആളുകൾ എത്രയുണ്ട്? ഓക്കെ, കുടുംബ കൂട്ടായ്മകൾ പണ്ടത്തെ കാലത്തെ പോലെ എങ്ങനെ ഒരുമിച്ച് കൂടി, അതിന് സഭയുടെ ലേബലില്ല, അതിന് മറ്റുള്ള അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഇടനിലക്കാരന്മാരില്ലാതെ ഉള്ള കൂട്ടായ്മകൾ, അതൊക്കെ പോരെ. ഇങ്ങനെയുള്ള ഒരു ലേബലുള്ള ഒരു വിഭാഗത്തിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ട്? ഇവന്മാർക്ക് ഒരു നേട്ടമല്ലാതെ ഒരു സഭ എന്ന ഒരു പ്രൊപ്പറേറ്റർഷിപ്പ്, ഒരു ചെറുകിട കുടിൽ വ്യവസായ പരിപാടി നടത്തുന്ന ഇവന്മാർക്ക് അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്നത്. ഇത് നമ്മളെ എന്തോ നന്നാക്കാനാന്ന് പറഞ്ഞ് ഇവന്മാര് കെട്ടിടവും വാടകയ്ക്ക് എടുത്ത് മൈക്കും മേടിച്ചു എല്ലാം കിട്ടി. ഇത് ഇവന്മാരുടെ കച്ചവട പരിപാടിയല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഒരു കഥാപ്രസംഗക്കാരനാണെങ്കിൽ എന്റെ ആവശ്യം എനിക്കൊരു മൈക്കും വേണം, എനിക്ക് ഓർക്കസ്ട്രയും വേണം, ഇല്ലേ? എന്റെ പരിപാടി കുഴിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, അല്ലാതെ കാണികളുടെ ആവശ്യമല്ലത്. അന്നേരം അതുപോലെ ഈ വിശ്വാസികളെ കൊണ്ട് മൈക്ക് സെറ്റും മേടിപ്പിച്ച് കൊയറിനാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളും മേടിപ്പിച്ച് ബാക്കിയുള്ള ഇവരുടെ പരിപാടി നടത്തുന്ന സ്ഥലത്തിന്റെ റെന്റ് എന്നും പറഞ്ഞു ഇതെല്ലാം നാട്ടുകാരുടെ നിന്ന് പിരിച്ച് ഇവനോട് ആരെങ്കിലും പറഞ്ഞു ഇത് ചെയ്യാൻ? ഇപ്പൊ അവന്റെ സമ്പത്ത്, അവനൊരു ബിസിനസ് ചെയ്യുന്നു, അവനൊരു ആദായം ഉണ്ടാക്കുന്നു, നാട്ടുകാരെ പറ്റിക്കാതെ അവനൊരു ബിസിനസ് ചെയ്ത് ആദായം ഉണ്ടാക്കിയിട്ട് അവന്റെ കയ്യിൽ നിന്നുള്ള അവന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്ത് അവൻ ഈ പണി ചെയ്യുവാണല്ലോ, ഒക്കെ നമുക്കതിനെ പറയാം, കൊള്ളാം, അവൻ ആരെയും പറ്റിക്കുന്നില്ല. ഇത് നാട്ടുകാരന്റെ, അതായത് അവന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണം വരെ, നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന ആ ഭക്ഷണം നാളെ ആകുമ്പോൾ അത് എനിക്ക് ഭക്ഷിക്കാന്ന് പറഞ്ഞ് നടക്കുന്ന ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? എന്നിട്ട് പറയും ദൈവവേലയാണ് ഇത്, ദൈവത്തിനായിട്ടുള്ള വേല പോലും വരുന്നത്. ദൈവത്തിന് എന്തിനാ ഇവന്മാരുടെ ആരെങ്കിലും പറഞ്ഞോ ദൈവത്തിന്റെ പരസ്യമായിട്ട് ഇറങ്ങാൻ? ഇവന്മാരിങ്ങനെ വിളിച്ചു പറഞ്ഞാലേ ഈ ദൈവത്തെക്കുറിച്ച് ആളുകൾ അറിയത്തുള്ളൂ. എന്നാൽ ഇവന്റെ കർമ്മത്തിലൂടെ ഇവൻ ആളുകളെ കരുണ കാണിക്കുന്നു, സഹായിക്കുന്നു, സ്നേഹിക്കുന്നു. ആ കരുണയിലൂടെ ആളുകൾ പറയും എടാ അവൻ ക്രിസ്തുവിന്റെ അനുയായിയാ, ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുന്നേ. അതുപോലെ അവൻ എളിമയുണ്ട്, ലാളിത്യമുണ്ട്, സഹജീവികളോട് കരുണയുണ്ട്, അവൻ വേണേ നമുക്ക് വേണ്ടി അവൻ വേണേ ജീവൻ തരാൻ റെഡിയാ, ഇവനാണ് ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറയുന്നതാണോ ഈ മീശയും അടിച്ച് കഷത്തിൽ വേദപുസ്തകം പിടിച്ച് നാട്ടുകാരെ അലമറി വിളിച്ച് എന്നിട്ട് അവസാനം ആ വരുന്ന ആളുകളുടെ പോക്കറ്റും പിടുങ്ങി പോകുന്ന അവനാണോ ക്രിസ്തുവിന്റെ പിൻഗാമി? അതോ ഞാൻ ഈ പറഞ്ഞ സൈസ് ആളുകളാണോ? ഏതാ നല്ലത്? ആളുകളുടെ മനസ്സിൽ കയറാൻ, ആളുകൾക്ക് ഒരു മാതൃകയാകാൻ സാറ് പറഞ്ഞ രീതിയാണ് യഥാർത്ഥ ശരി. ഞങ്ങളും അങ്ങനെ ജീവിക്കുന്നവരാ. ഞങ്ങളൊരു കാര്യം ദൈവത്തിനനുസരിച്ച് സ്നാനം വെക്കണം, മനസ്സാന്തരപ്പെടണം, ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കണം, അല്ല അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾ വന്നു. പക്ഷെ ഇന്നും ഞങ്ങൾ സാറിനോട് ഇന്നും പറയാം, അല്ല ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന പോലത്തെ ഇതൊക്കെ ഇവന്മാരുടെ താരിപ്പുകളല്ലേ. ഇവന്മാര് പറഞ്ഞ ഏതെങ്കിലും ഒരു പൊട്ടക്കുളത്തിൽ നിങ്ങൾ പോയി നിങ്ങൾ മുങ്ങി, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് വല്ലതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കർത്താവ് ഉദ്ദേശിക്കുന്ന ആ ഒരു ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ഇതാണോ? ജ്ഞാനം വരാത്ത, ഉള്ളിൽ ബോധമില്ലാത്ത ഇവൻ എവിടെ പോയി കുളിച്ചാലും ഏത് പാച്ചറിന്റെ മുന്നിൽ പോയി മുങ്ങിയാലും എന്താ പ്രയോജനം? അവൻ എന്നിട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ ഓർക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു അളിഞ്ഞ പാസ്റ്റർ എടുത്തു പോയി ഏതെങ്കിലും ഒരു കുളത്തിൽ പോയി മുങ്ങി പൊങ്ങിയാൽ അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ നടക്കും. അവൻ എന്ത് രക്ഷയാണ് നേടുന്നത്? അവൻ ഒരു രക്ഷയും നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇവൻ ഇങ്ങനെ എന്നിട്ട് ആ പൊട്ടക്കുളത്തിനകത്ത് അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവൻ ആ കുളത്തിനകത്ത് കിടന്ന് കറങ്ങുക, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ എവിടെ രക്ഷ പ്രാപിച്ചു? ഈ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞ അവന്മാരെ നോക്കുക. അവന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അവന് സകലമാന, അവന്റെ ഏറ്റവും പ്രധാനം അവനൊരു മാനസികമായ ഒരു സന്തോഷം കാണത്തില്ല, അവന്റെ കുടുംബത്തിൽ ശരീരീകരണമായിരിക്കും, അവൻ ആരോഗ്യപരമായ കാര്യങ്ങളാണ്, അവൻ സാമ്പത്തികമായിട്ടും ദാരിദ്ര്യത്തിലായിരിക്കും. എന്നിട്ട് ഇവൻ പറഞ്ഞു നടക്കുകയാണ് ഞാൻ രക്ഷ. അവൻ എന്ത് രക്ഷയാണ് അവൻ പ്രാപിച്ചത്? കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ രോഗിയാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു, സാറേ ഞാൻ രക്ഷിക്കപ്പെട്ട ആളെ, രക്ഷ പ്രാപിച്ച ആളാണ്. അവരുടെ അവസ്ഥ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ഒന്നും ചോദിച്ചില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രക്ഷിക്കപ്പെട്ട രക്ഷ പ്രാപിച്ചാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം തകർന്നു, ഭർത്താവ് ഏതോ വഴിക്ക് അവർ പോയി, മക്കളും ഏതോ വഴിക്കൊക്കെ ആരുടെ കൂടെയൊക്കെയോ പോയി, ഇവർക്ക് ക്യാൻസർ രോഗം, കിടക്കാൻ വീടില്ല, ആരുടെയോ കാരുണ്യത്താൽ ഏതോ വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് താമസിക്കുമ്പോഴും ആ കിട്ടുന്ന പണവും കൊണ്ട് കള്ളന്മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാണ് രക്ഷപ്പെടുന്നത്. ഇതെല്ലാം നിങ്ങളുടെ പരീക്ഷയാണ് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് ഇവനെ ഇത്രയും ഗതികെട്ടവരുടെ പൈസയും മേടിച്ചുകൊണ്ടാണ് ദശാംശവും അവർക്ക് 6000-7000 രൂപ ശമ്പളം കിട്ടുന്നതിന്റെ 600 രൂപ കൊണ്ട് പാച്ചർ കൊടുക്കും. അതും ഇവനൊരു ഉളുപ്പില്ലാതെ മേടിച്ച് തിന്നുകൊണ്ടാണ് നടക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക നീ രക്ഷ പ്രാപിച്ചാണ്, ഇതെല്ലാം ദൈവ അനുഗ്രഹമാണ്, ഈ ലോകത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നത്, അത് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുക. ഞാനൊന്നുമല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുക, ഒരാളെ വിശ്വാസത്തിൽ ഒരു കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയിട്ട് എന്റെ എടുത്ത് അവന് കൊടുക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ആണോ സാറത് പറയാം? ഇവന്മാർ എത്ര പേര് എടുത്തു കൊടുക്കുന്നുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന്? 10 പേര് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ 10 പേരെ വിളിക്കും, അങ്ങേർക്ക് ഒരു ആവശ്യമുണ്ട്, നിങ്ങൾ തരാൻ പറയും, ഇവന്റെ പോക്കറ്റിൽ എടുക്കുവോ? ആ 10 പേരുടെ പോക്കറ്റിൽ നിന്ന് അവൻ 10 രൂപ വെച്ച് കൊടുത്താൽ അതിനകത്ത് നിന്ന് 9 രൂപ ഇവന്റെ പോക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് നിന്ന് 1 രൂപ എടുത്ത് നാട്ടുകാർ കാങ്കെ വലിയ ഇത് കാങ്കെ ഫോട്ടോ ഒക്കെ പിടിച്ച് റീൽസ് ഇട്ടിട്ട് 100 രൂപ കളക്ട് ചെയ്തിട്ട് 10 രൂപ കൊണ്ട് ഇവന് കൊടുക്കും.
സാറേ ഞാനൊരു കാര്യം ഞങ്ങൾ വളരെയധികം കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ വിശ്വാസത്തിൽ കിടന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിശുദ്ധമാണ്. പക്ഷേ ഞങ്ങളെല്ലാം പരിശുദ്ധ. ഇന്ന് വരെ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ ദൈവം എനിക്ക് തക്ക സമയത്ത് എനിക്ക് കിട്ടുന്നത് ഞാൻ ഞാൻ പാസ്റ്റർമാർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് വേദന പറയുമ്പോൾ അത് എൻ്റെ വേദന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നു. ഞാനും എൻ്റെ ഞങ്ങൾ സത്യം പറയണമെങ്കിൽ ഞങ്ങൾ അറിയുന്നു. നമ്മുടെ നാട്ടിൽ നോക്കുകൂലി പോലും നിരോധിച്ചു ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവൻ എന്ത് ഇവന് പൈസ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞില്ല നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ഈ പൈശാചിക കൂട്ടായ്മകളും ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനെ ഒരു തൊഴിലായിട്ട് കണക്കാക്കുക. ഇവനെ ദൈവദാസനെന്നോ മറ്റേ ഒന്നും വിളിക്കരുത്. കാരണം ഇവനൊരു തൊഴിൽ, ഇവൻ വേലക്കള്ളൻ എന്ന് പറയാം. അതായത് ചില നമ്മുടെ വേലക്കള്ളന്മാരില്ലേ നാട്ടില്, അവന് പണിക്ക് പോകത്തില്ല. അത് പാസ്റ്റർമാരെന്ന് പറഞ്ഞാലുണ്ടല്ലോ പാസ്റ്റർമാർ ഞാൻ മനസ്സിലാക്കണം. ഞാനുള്ള സത്യം പറയാം. പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവര് ആടുകളെ തിന്നുന്നവരാ ഇന്നത്തെ കാലത്ത്. സത്യത്തിൽ വിശ്വാസികളാണ് യഥാർത്ഥ. മനസ്സിലാക്കി നിങ്ങൾ എന്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നില്ല? എന്നിട്ട് അടുത്ത ആടിനെ തിന്നുന്നതിന്റെ അടുത്തോട്ടല്ലേ ഓടുന്നത്? ഞാനുള്ള സത്യം പറയാം. ഞങ്ങളൊരു കൂട്ടായ്മ വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഞങ്ങൾ അതാ പറഞ്ഞ ഈ ഓരോ കൂട്ടായ്മ എന്ന് പറഞ്ഞാല് ഏത് ചെറുത്താനാണേലും അവനിൽ ഇഷ്ടപ്പെടുന്ന ഒരു 10 പേരെങ്കിലും കാണും. ആ 10 കൂടുമ്പോൾ ഇവന്റെ ഒരു പൈശാചിക കൂട്ടായ്മയായി. ഇങ്ങനെയാണ് ഈ കാച്ചിൽ പിരിച്ചു വെക്കുന്ന പോലെ ഇവന്മാർ നടക്കുന്നത്. എന്നിട്ട് ആ 10 പേരും കൊണ്ട് അവൻ തിന്നും. 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ 100 പേരുടെ തിന്നും. 10 പേരുണ്ട്, 10 പേരും കൊണ്ട് അവൻ ഉപജീവനം കഴിയും. 5 പേരും കൊണ്ട് ഉപജീവനം കഴിയുന്ന ആർഭാടത്തിൽ ജീവിക്കുന്നവന്മാരുണ്ട്. 5 നല്ല മുണ്ണങ്ങളെ കിട്ടിയാൽ പോരെ. എന്നിട്ട് അവന്റെ തലയിൽ അവനെ പൊട്ടനാക്കി വെക്കുക. നിന്റെ സകല ഐശ്വര്യത്തിന്റെയും കാരണം എന്റെ പ്രാർത്ഥനയാണ്. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ എന്റെ വീട്ടില് മുറിക്കാതിരുന്ന് പോരാടുക എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ എന്റെ മുറിയിലിരുന്ന് പോരാടുക നിനക്ക് വേണ്ടി. എന്റെ പ്രാർത്ഥനയുടെ ബലത്തിലാ നിന്റെ സകല സാധനങ്ങൾ നടക്കുന്ന. ജബട ജിബട ജുങ്കട എന്നൊക്കെ പറഞ്ഞിട്ട് 4 മറുഭാഷയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പൊട്ടൻ, ഈ മുണ്ണ പരമേശ്വരൻ ഓർക്കടാ, ഇവൻ ഈ വീട്ടിലിരുന്ന് അവന്റെ ബെഡ്റൂമിൽ അവനിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ മുണ്ണ ആ വിശ്വാസത്തിൽ പോകും. അവന് കിട്ടുന്നത് അവൻ ഈ മാട് പോലെ പണിയും. ആ കിട്ടുന്നതിന്റെ കുറച്ചൊരു ഓഹരി കൊണ്ട് ഇവന് കൊടുക്കും. നല്ല ലക്ഷണമൊത്ത ഒരു മുണ്ണയെ കിട്ടിയ ജീവിതം രക്ഷപ്പെട്ടു. അവന്റെ ചുമ്മാ അവന്റെ പുറകെ നിന്ന് കൊടുത്താൽ മതി. സാറ് ഇതുപോലെ ഓരോന്നിനെ പറ്റി ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറെയെങ്കിലും തിന്മകൾ മാറിപ്പോട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം എനിക്ക് കർത്താവ് തിന്മകൾ എങ്ങനെ മാറിപ്പോകുന്നത്? അതിങ്ങനെ മറ്റേ മാജിക് ദണ്ട് വെച്ച് നമ്മൾ ഇത് മാറിക്കോട്ടെ എന്ന് പറയുന്ന പോലല്ല. ഓരോ മുണ്ണകളുടെ മനസ്സിൽ വെളിച്ചം കയറണം. എടാ, ഇവൻ നമ്മളെ ശാസ്ത്രീയമായിട്ട് പറ്റിച്ച് ഇവൻ തിന്നുവാണല്ലോടെ. ഇവനും കർത്താവുമായിട്ട് എന്ത് ബന്ധമായിരിക്കുന്നത്? ഇവൻ നമ്മളെ കൊണ്ട് ശാപ്പാടടിച്ച് ഇവന് ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഇവന് അവന്റെ മീശ പഠിക്കാനുള്ള ഒരു ഷേവിംഗ് സെറ്റ് അതും ഓഫറിൽ പോയി മേടിക്കും. അതും വെച്ച് മീശം പഠിച്ച് കഷത്തെ ഈ പുസ്തകം ഒരെണ്ണം ആയുഷ്കാലം 6 എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഒരു പഴയ എടുത്ത് വെച്ച് നടന്നാൽ മതി. വേറെ ഇതിനകത്ത് എന്തെങ്കിലും മുതൽ മുടക്കുണ്ടോ? 2 സൂത്രവും 2 ഹല്ലേലൂയയും പറയാനുള്ള തൊലിക്കട്ടി ഉണ്ട്. ഇത് മതി അവന്. വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സൗരപ്പണിക്ക് ചെയ്യുന്നവന് പോലും അവന് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അവനാ ഇതുള്ള അവന്റെ കത്തി മേടിക്കണം. ഇവൻ എന്തോ ഉള്ളത് പറ. 2 സൂത്രവും 2 ഹല്ലേലൂയയും. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മനസ്സിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തില് ഈ ദൈവദാസന്മാര് ദൈവമക്കളെ അങ്ങനെ ദൈവദാസന്മാരോ ഇത്രയൊക്കെ ദൈവദാസന്മാര് അല്ല, ഞാൻ പറയായിരുന്നു ഈ കള്ളന്മാര് ഈ വേലക്കള്ളന്മാര് ഈ വേനക്കള്ളന്മാര് അവർ നമ്മുടെ ദേശം ഇന്ന് ഇതുപോലെ നശിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ ദേശം എങ്ങനെ ഇപ്പൊ സഹോദരൻ വെളുപ്പിനെ വിളിക്കുക. ഇപ്പൊ സഹോദരന്റെ മനസ്സിലും എന്തുവാ ചിന്ത? എന്തുവാ ഈ ദൈവത്തെക്കുറിച്ചും ഇവന്മാരുടെ ഈ ദ്രവ്യദാസന്മാരെ കുറിച്ചും ഈ പൈശാചികന്മാരെ കുറിച്ചും ഇവന്മാരുടെ ഈ കൈകുട്ടി പരിപാടിയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇങ്ങനെ എത്ര കോടി ആളുകള് മനസ്സിൽ ഇത്തരം ഇത് ദൈവചിന്ത എന്ന് പറഞ്ഞാൽ അനാവശ്യ ചിന്തകളെന്ന് പറയുന്നത് അത് എന്ത് ചിന്തകളാണേലും അത് മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. എപ്പോഴും ദൈവമേ എന്ന് വിളിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ദൈവം എന്തിനാണ് മനുഷ്യന്റെ ഓരോരുത്തർക്കും ഓരോ കർമ്മമുണ്ട്. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് അടുക്കളപ്പണിയുള്ളതാണ്. ഞാൻ ഒരു കാര്യം ഞാൻ സാറിനോട് പറയാണ്. സാറേ, ഈ ദൈവത്തെ നമ്മൾ സത്യം പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവം അത് വെക്കും. ബാക്കി 6 ദിവസം നമ്മൾ വേല ചെയ്യേണ്ടതാ. ഈ വേല ചെയ്യാൻ ജനത്തെ വിട്ടയക്കണം. ദൈവം നമുക്ക് താരിപ്പം അങ്ങനെ തന്നിട്ടില്ല. ഒരു ദിവസം പോയി നീ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാല് കർത്താവ് അന്നേരം ഞായറാഴ്ച വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം ഒരു ദിവസം എന്നെ വന്നിങ്ങനെ സ്തുതിക്കുന്നത്. 6 ദിവസം അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് 7-ാം ദിവസം അവനൊരു വിശ്രമമാണ്. അവന് ശാരീരികവും മാനസികമായ വിശ്രമം വേണം.
അത് ദൈവത്തിന് നീ എന്നെ വന്നിരുന്ന് ഇതായിക്കോളാൻ പറയുന്നില്ല. അത് നമ്മൾ ആ സമയത്ത് നമ്മൾ 6 ദിവസം നമ്മൾ വേല ചെയ്യാൻ സഹായിച്ചു. നമ്മൾ ആ ദൈവത്തെ നമ്മൾ 7 ദിവസം 6 ദിവസം വേല ചെയ്യണ്ട, നമ്മൾ റെസ്റ്റ് എടുക്കാം. നമുക്ക് മനുഷ്യന് നന്മ പകരുന്ന രീതിയിലുള്ള ഇവരുടെ ആരാധന എന്ന് പറയുന്നത് ആ ഒരു ആരാധനയ്ക്കുള്ള ഒരു 3 മണിക്കൂറാണ്, അല്ലെ ഒരു ഹാഫ് ഡേ. നമ്മൾ മനുഷ്യന് പ്രയോജനപരമായ എന്തെങ്കിലും സംഭവം, നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ പോയി, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരാളുകൾക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് പോയി. ഇതല്ലേ ഈ ഒരു ആരാധനയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എടാ നീ തമ്പേറു അടിച്ച് അലറി അമറി വിളിച്ച് കാറി കൂവി ഇത് കേട്ടോണ്ടിരിക്കുവാണോ ദൈവം? ഇത് നമുക്ക് അതായത് നമ്മളിപ്പോ ഒരു ഡാൻസ് കാണാൻ പോയി, അല്ലെ ഒരു കൈകൊട്ടിപ്പാട്ട് കാണാൻ പോയി, അന്നേരം അതിന് കിട്ടുന്ന ഒരു മാനസിക സുഖവും ഇതും രണ്ടും ഒന്നേ ഉള്ളൂ. അത് ആ ഒരു സുഖം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ സംബന്ധിച്ച് ഞാൻ ഡാൻസ് കാണാനോ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകുന്ന അതെന്താ കുഴപ്പം? എന്താ കണ്ടാ എന്താ കുഴപ്പം? ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണാൻ അത് കണ്ടാ കുഴപ്പം എന്താ? ഞാൻ കാണത്തുമില്ല. ഞാനിങ്ങനെ സ്വർഗത്തിൽ പോകത്തില്ലേ? സ്വർഗത്തിൽ പോകത്തില്ല. അല്ല ദൈവത്തിന് എതിരാണോ അത്? അത് എനിക്ക് അതാണ്. എന്നിട്ട് ഈ കള്ളപ്പാച്ചർമാരുടെ പഠിപ്പിച്ചെന്നറിയോ, അതൊക്കെ പൈശാചികമായ സാധനം. യുവമാരുടെ പേക്കൂത്തോ, ഇത് ആത്മീയോ. അതായത് നമുക്ക് മാന്യമായ ഡാൻസ് കാണാൻ പറ്റത്തില്ല, പാട്ട് പാടാൻ പറ്റത്തില്ല, മറ്റൊരു പരിപാടിയും കാണാൻ പോകത്തില്ല. ഇവിടെ യുവന്മാര് കടന്ന് ഈ ഇത് തുള്ളുന്നതും ഇവന്മാരുടെ ജബട കപട മറ്റേ ഈ എന്താ പറയുന്നത്, ഈ മുക്കറയിട്ട് അമറി ഈ എന്തൊക്കെയോ പൈശാചിക സാധനങ്ങളൊക്കെ പറയുന്നത്, ഇത് എന്തോ ആത്മീയോ. ഇത് നമ്മുടെ മനസ്സിനകത്ത് ഇവന്മാരത് ഇതാക്കി വെച്ചേക്കുന്ന ചിന്ത, നമ്മളെ അങ്ങനെ ഫോർമാറ്റ് ചെയ്ത് വിട്ടേക്കുന്ന. നമുക്കങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ മക്കളോടും പറയിടാ ഇതൊന്നും പോകരുത്, ഇതൊന്നും ആത്മീയന്റെ ലക്ഷണമല്ല. നീ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവൻ ശ്വാസം മുട്ടല്ല. സാധാരണ ഒരു മനുഷ്യന് എല്ലാ മാനുഷിക വികാരങ്ങളും ഉണ്ടാവും. ഇതിനെയൊക്കെ അമർത്തി കാടിച്ച് പിടിച്ച് ഇവൻ മാനസിക രോഗിയായിട്ട് നടക്കുക എന്നത്. ഇവനിതൊന്നും പറ്റുന്നുമില്ല. നാട്ടുകാർ ഇത് കാണുന്നത് ഇവന് ഭയങ്കര ആത്മസംഘർഷം ഉണ്ടാക്കും. ഇതൊന്നും എനിക്ക് കാണാൻ പോകാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനോട്ട് കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ വയലന്റ് ആയിട്ട് നടക്കുമാര്. ഇതുകൊണ്ടല്ലേ ഈ പാച്ചർമാര് പോലും കുടുംബ കലക്കുകളും കുടുംബ നശീകരണക്കാരന്മാരുമായിട്ട് പോകുന്നത്. എടാ അവന് പോലും അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സാധാരണ മുണ്ണക്കുഞ്ഞാടുകളുടെ കാര്യം പറയണോ? അതുകൊണ്ട് മനസ്സിലാക്കേണ്ട സാധനം ഈ ആദ്യമേ പറഞ്ഞ പോലെ ദൈവത്തെ അറിയുവാൻ ഒരു പൈശാചിക കൂട്ടായ്മയിലും പോകണ്ട, ഒരു പാച്ചറ് കൂച്ചറ് കുടുംബ കലക്കുകളുടെ അടുത്തും പോകണ്ട. വചനം വായിക്കുക. കർത്താവ് എന്താ? സ്നേഹമാ, കാരുണ്യവാ, സ്നേഹമാണ്, അല്ലേ? ക്ഷമയാണ്, കരുണയാണ്. ഇതെല്ലാം പ്രവൃത്തി കൂടെ കാണിക്കുക. അത് ഏതൊക്കെ രൂപത്തിൽ കാണിക്കുക അതെല്ലാം കാണിക്കുക. പറ്റാവുന്നതിനെ പോയി ഞായറാഴ്ച ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്ന ദിവസം മറ്റു 6 ദിവസം നമുക്ക് വേണ്ടി ജോലി അധ്വാനിച്ചു, ഒരു ദിവസം മറ്റുള്ളവന് വേണ്ടി എന്തെങ്കിലും ചെയ്യേ. അതാണ് ആരാധന. അതാണ് കർത്താവ് പറഞ്ഞത്. അതാണ് കർത്താവ് അതിലെ കാണിച്ചത്. ജീവൻ വരെ തന്നു, അതിനപ്പുറത്തേക്ക് പിന്നെ എന്തോ തരാനാ? സാറേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സാധാരണ ആൾക്കാരാണ്. എല്ലാവരും അസാധാരണമായ ആൾക്കാരാണ്. നമുക്കൊരു പ്രമാണം ഉണ്ടല്ലോ, ദൈവത്തിന്റെ പ്രമാണം. ആ പ്രമാണം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു തരം 10 പൈസ മേടിക്കാനും പോകുന്നില്ല. എന്റെ അടുത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ കർത്താവിന് അങ്ങനെയൊന്നും പറയാതെ എന്ത് വിശ്വാസമാ? ഞാൻ കർത്താവിലുള്ളത്. അങ്ങനെ പറഞ്ഞാണ്. ഇതെന്തോ ഈ ടിപ്പിക്കൽ പെന്തക്കോസുകാരന്മാർ നമ്മൾ തത്തമ്മയെ പൂച്ച പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനമാണ്. ഞാൻ വിശ്വാസത്തെ ഒന്നും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവ പൈതലാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ പറയും. അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതെല്ലാം പറഞ്ഞിട്ടാണ് അവസാനം ഇവന്മാർ ഈ പറയുന്ന പോലെ ഇവന്മാരുടെ കൂട്ടായ്മകളെ കണ്ടില്ല ആടി. ഒരു സൈഡിൽ കൂടെ കർത്തൃമേശ, മറ്റേ സൈഡിൽ കൂടെ കൂമ്പിനടിയും തെരുവിളിയും. പദവികൾക്ക് വേണ്ടി ചാക്കുപിടുത്തം, കൊട്ടേഷൻ ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് ആടി പിടിക്കുക, പരിപാടി കലക്കുക. സാറേ ഞാനിത് ഇവരോട് ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്ത് വരുന്ന വാസന്മാരോട് ഞാനിത് പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടാം. കാരണം ഞാൻ വാസന്മാരോട് പറഞ്ഞു നിങ്ങളെ മാനസാന്തരപ്പെടണ്ടെന്ന് പറഞ്ഞു. യോനാസിനാവാൻ ആരോടെ മാനസാന്തരപ്പെടാൻ? അന്നേരം സഹോദരി ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് ഇവന്മാര് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറയണം, ഇല്ല വേണ്ട പാച്ചറേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ നന്നാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഒന്നും നാട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ട. നീ വല്ലോ പണിക്കും പോയി നീ നിന്റെ കുടുംബത്തെയും നിന്റെ കുഞ്ഞുങ്ങളെയും സ്വന്തം വേർപ്പിൽ വളർത്തുക. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. വേണം നിനക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. വേറെ വല്ല പണിക്കും പോയി എന്റെ സഹോദര എന്ന് സ്നേഹപരസ്പരം കർത്താവ് സ്നേഹത്തോടെ പറയാനാണ് പഠിപ്പിച്ചേക്കുന്നത്. മടലോ ചൂലോ ഒന്നും എടുക്കണ്ട. മാന്യമായിട്ട് അല്ല ഇങ്ങനെ തന്നെ വിളിക്കണം. കർത്താവിൽ സഹോദരങ്ങൾ എന്നാ പറഞ്ഞു. അവനെ പാച്ചറെ കൂച്ചറ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. സഹോദരൻ ഇങ്ങ് വാടാന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വാസന്മാരോട് ഞാൻ പറയുന്നത്. അല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ തന്നെ പറഞ്ഞു. ഇച്ചിരി ആദ്യമേ ഇങ്ങനെ പറഞ്ഞു നോക്കി. അതായത് വേലാലമാർ ആ വഴി പോലും വരത്തില്ല. ഇങ്ങനെ പറഞ്ഞു, വേറെ ഒന്നും വിളിക്കണ്ട, മോശം പദം ഒന്നും വിളിക്കണ്ട. ഇങ്ങി വാ. നീ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കണ്ട. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുക.
ഞങ്ങൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചോളാം, നിനക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോളാം. അതുകൊണ്ട് എന്റെ സഹോദര, ഈ പരിപാടിക്ക് നടക്കാതെ നീ വല്ല വേല എടുത്തും ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സൂത്രം എന്ന് പറഞ്ഞവനെ അങ്ങ് വിട്ടേക്കുക. അതല്ല സാറ്, ഒരു കാര്യം ഞാൻ പറയാം. കാരണം യോനാസ്രാവൻ പറഞ്ഞ ആരോടാ? ഇസ്രായേലിനോടാ പറഞ്ഞു മാനസാന്തരം. അവൻ ജാതികളോടല്ല മാനസാന്തരം പറഞ്ഞു. എന്ത് ജാതി? നിങ്ങൾ എന്ത് ജാതിയാ? നമ്മൾ എന്ത് ജാതിയാ? ഇസ്രായേൽ ജനത്തോടാന്ന് പറഞ്ഞു. അതായത് ഈ പറഞ്ഞു നമ്മൾ എന്ത് ജാതിയാ? മനുഷ്യജാതി. പിന്നെ വേറെ എന്തിനകത്ത് എന്ത് ജാതിയാ ഉള്ളത്? യഹൂദന്റെ രക്തം എടുത്താലും ഒരു മനുഷ്യന്റെ എടുത്താലും അവന് രക്തത്തിന് വ്യത്യാസമുണ്ടോ? ലോകത്തിൽ ഏതെങ്കിലും വ്യത്യാസത്തിന്റെ അത് ഈ ആദാമ്യരും കൂതാമ്യരും ഒക്കെ പോട്ടെ. ഈ പറയുന്ന പോലെ മനുഷ്യന്റെ രക്തത്തിന് കളർ എന്താണ്? അതിന്റെ ഹീമോഗ്ലോബിന്റെ ഘടകം, അതിന്റെ രക്തത്തിന്റെ കളറ്, അതിന്റെ രക്തത്തിന്റെ ഗ്രൂപ്പുകള് എന്തെങ്കിലും പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ച് ഇസഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടോ? അല്ലല്ലോ. ഏറ്റവും ഒരു പ്രീമിയം കാറ്റഗറി ബ്ലഡ് എന്നോ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇത് ആരായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ? ആരായിരുന്നു? ഇപ്പൊ സഹോദരിയുടെ പിതാവ് ആരായിരുന്നു? ക്രിസ്ത്യാനി ആയിരുന്നോ? അതിന് മുമ്പുള്ള തലമുറ ആരായിരുന്നു? അറിയത്തില്ല. പരമാവധി ഒരു തലമുറ നമുക്കറിയാം. അതിനു മുമ്പ് ആരായിരുന്നു? ഇതിലെ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ ഇവിടെ പല ചാതുർവർണ്ണയത്തിൽ പല നാനാ ജാതി മത യുവമാരിവിടെ ഉണ്ടാക്കി. അവന്റെ തൊഴിലിന്റെ അവന്റെ ഇതിന്റെയും എല്ലാ അടിസ്ഥാനത്തില് ഇന്ന് ഈ ഇന്ത്യയിലുള്ള ജനങ്ങളെടുത്താൽ ഓരോന്നും ഓരോ രൂപത്തിലും ഭാവത്തിലും ഷേപ്പിലും രൂപത്തിലും ഇവന്റെയൊക്കെ പൂർവ്വപിതാക്കന്മാർ ആരായിരുന്നു, ആരൊക്കെ എവിടൊക്കെ കയറി മനുഷ്യരെ സൃഷ്ടിച്ചാണെന്ന് ഏതുവനേലും പറയാൻ പറ്റുമോ? സുറിയാനി പാരമ്പര്യമായിട്ടും അല്ലെങ്കിൽ ഇവിടെ ബ്രാഹ്മണ്യ പാരമ്പര്യം നടക്കുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ ആരാ സൃഷ്ടിച്ചതെന്ന് യുവമാർക്ക് തന്നെ അറിയാവോ? അറിയത്തില്ല. ഇത് ചുമ്മാ അന്നേരം ഇതിനകത്തൊക്കെ യുവമാരി പറയുന്നത് ഇതെന്ന് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജന്മങ്ങൾ എന്ന് പറയുന്നത് ഇവരിങ്ങനെ ഓരോ ലേബലുമായിട്ട് ഇവനിങ്ങനെ നടക്കുക. എന്താ ഞാൻ സുറിയാനിയാ, ഞാൻ മറ്റേതവനാ. ഇവൻ അൾട്ടിമേറ്റ്ലി എന്തോ ഇവന്റെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരു 2 തലമുറ അങ്ങോട്ട് ചകഞ്ഞു പോയാൽ ഇവനൊന്നും വെളിയിൽ പോലും ഇറങ്ങൂല. പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാൽ പിന്നെ എന്ത് ജാതിയുടെ കാര്യം പറയുന്നത്? ഒരൊറ്റ ജാതിയുള്ളൂ, മനുഷ്യജാതി. ഇവിടെ കിടന്ന് അവൻ തമ്മി തല്ലി അവന്റെ ജാതിയുടെയും മതത്തിന്റെയും അവന്റെ ദൈവത്തിന്റെയും പേരിൽ കിടന്ന് അവൻ തമ്മി തല്ലിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും കണ്ടോ ഇസ്രായേലിലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുക. എന്തിന്റെ പേരില്ല? അന്നേരം അതാ പറഞ്ഞ. അന്നേരത്തേക്ക് ഈ അവിടെ യുദ്ധം നടക്കുമ്പോഴും ഇവിടുത്തെ ഈ കള്ളപ്പാച്ചർമാർ ഇതാ ലോകം അവസാനിക്കാറായി എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത കച്ചവടമായിട്ട് ഇതിലേ അവൻ നടക്കുന്നു. ഒരുത്തം ദുരിതം വന്നും യുദ്ധം വന്ന് തകർന്ന് അടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അതുകൂടെ കച്ചവടം അടിക്കാൻ പറ്റുന്ന ഈ കള്ളക്കൂട്ടങ്ങള്. ഇതാ ഞങ്ങൾ പറഞ്ഞില്ലേ, ലോകാവസാനമായി വരുവിൻ, മാനസാന്തരപ്പെടുവിൻ. ഇവന്മാർക്കറിയാം, ഈ കള്ളപ്പാച്ചർമാർക്കും ഈ പാതിരികൾക്കും ഈ ആത്മീയ കച്ചവടമായിട്ടന്മാരറിയാം ഒരിക്കലും കർത്താവിനും വരത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരേ ഉള്ളൂ. ഇവൻ ഓർക്കുക, ഇവൻ ഈ ഒരു ദിവസം കാണിക്കുന്ന തരികടകള് ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ഒരു അടുത്ത ദിവസം വെളി ഇറങ്ങുമോ? ഇവനെ അടിച്ചിടൂലേ? കർത്താവ് വരാൻ പോകുന്നു, എന്റെ അപ്പം വരുന്നുണ്ടെന്ന് പറയാൻ ഞാൻ എന്റെ അപ്പം വരുന്നുണ്ട് നോക്കിയിരിക്കാം. എന്റെ അപ്പം വരുവാണെങ്കിൽ പെട്ടെന്ന് ഈ സംഭവം എത്ര തലമുറ പോയി, അപ്പനെ കാത്ത് എത്ര തലമുറകൾ പോയി. ലോകാവസാനം എന്ന് പറഞ്ഞാൽ അവനവന്റെ അവസാനമാ. ഇപ്പൊ സഹോദരി ഇപ്പം 65 വയസ്സ് വരെ ജീവിച്ച് 65ാമത്തെ വയസ്സിൽ ഫ്യൂസ് അടിച്ച് പോയി. അതാണ് നിങ്ങളുടെ ലോകാവസാനം. ഈ ഭൂമി ഇവിടെ കാണും. ഇവിടെ 2000 കൊല്ലമായിട്ട് ഒരുത്തന്മാർ അമറി വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതാ ലോകാവസാനമായെന്ന് പറഞ്ഞു. എവിടെ അവസാനിച്ചു? അന്നേരം അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ ഈ ചിന്തയെ കളഞ്ഞിട്ട് വേറെ വല്ല പണി നമ്മൾ അടുക്കളപ്പണി ചെയ്യുന്നു, അല്ലെ നമ്മൾ കുട്ടികളെ വളർത്തുന്നു, ഭർത്താവിനെ വളർത്തുന്നു, അല്ലെ വേറെ നമുക്ക് പറ്റാവുന്ന ഏതെങ്കിലും ജോലിക്ക് പോകുന്നു, സന്തോഷമായിട്ട് നമ്മൾ മനുഷ്യനെ പോലെ ജീവിക്കുന്നു. എല്ലാ തരത്തിലും സിനിമ കാണണോ പോയി സിനിമ കാണ്, പാട്ട് പാടണോ പോയി പാട്ട് കാട്. മറ്റൊരുത്തന് ഉപദ്രവവും ഒരുത്തനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകാതെ പോയാൽ അതാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ കർത്താവ് പോയി വേദപുസ്തകം കുത്തിയിരുന്ന് വായിക്കാനോ അതല്ലാതെ ഏതെങ്കിലും പാച്ചർമാരുടെയും ഈ പൈശാചികന്മാരുടെയും കൂട്ടായ്മയിൽ പോയി നമ്മൾ കൈയടിച്ച് ഇരിക്കാനോ ഒന്നും പറയുന്നില്ല. നീ മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യന്റെ എല്ലാ തരത്തിലും തെറ്റു കുറ്റങ്ങളുണ്ടെന്ന് 100% പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? ഇല്ല. അവനിൽ ആവശ്യമില്ലാത്ത പാപചിന്തകൾ വളർത്തി ആവശ്യമില്ലാത്ത പാപചിന്തകൾ കുത്തിവെച്ച് അവന്റെ മനസമാധാനം കെടുത്തി ആ പൈശാചിക ചിന്ത കൊണ്ട് ഭ്രാന്താകുമ്പോഴത്തേക്ക് അത് കൂടോത്രം എന്ന് പറഞ്ഞ് ആ കൂടോത്രം ഒഴിപ്പിക്കാൻ വേണ്ടി ഇവന്മാര് അതിനുള്ള പ്രാർത്ഥനയ്ക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞ് 10,000-15,000 രൂപ മേടിച്ച് അവരെയും പറ്റിച്ച് നടക്കുന്ന ഇവന്മാരെ ഓടിച്ചിട്ട് ചാട്ടവാറിനല്ല ചൂലും കെട്ടെടുത്തിട്ട് അടിച്ചോടിക്കേണ്ടവന്മാരല്ല ഈ പന്നന്മാര്. ചുമ്മാ അതിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നൊന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പൊ സഹോദരി ഒരു പാച്ചർ കണ്ടാ പറയും, സഹോദരി പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുരിതവും പ്രശ്നമൊക്കെ പറയും. ഇവരങ്ങ് ഉറപ്പിച്ച് പറയും അത് ദൈവകോപ, അത് ദൈവശാപ,
അതൊരു നിങ്ങളുടെ പഴയ ഒരു തലമുറയുടെ ഒരു ശാപം കിടപ്പുണ്ട്. ഒന്നും പഠിക്കട്ടെ, ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. സഹോദരിയോട് പറയുമ്പോഴത്തേക്കും പറയും, സഹോദരി അതിന് എന്ത് ചെലവ് വരും പാസ്റ്ററെ? കൂടുതലൊന്നും വേണ്ട സഹോദരി, ഒരു 10,000 രൂപ നമ്മൾ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കുന്നു. കാശില്ല. പാസ്റ്ററോട് പറയാൻ അഭിമാനം സമ്മതിക്കത്തില്ല കാശില്ലെന്ന്. കെട്ടുതാലി പടയം വെക്കും, വല്ല പലിശയ്ക്ക് പൈസ മേടിക്കും 10,000 രൂപ. എന്നിട്ട് ഈ പന്നി വന്ന് അവൻ വയറുമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വന്ന് ഉപവാസ പ്രാർത്ഥന നടത്തി വെട്ടി വെളുക്ക അവൻ വെട്ടി അടിച്ച് ചാപ്പാട് പഠിച്ച് 10,000 മേടിച്ചോണ്ട് പോകും. എന്റെ ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കും. ഞങ്ങൾ അങ്ങനെ ഇട്ട് ഇതുപോലെ പോയേക്കുന്നവരെ നിങ്ങൾക്ക് സഹോദരിക്ക് അറിയാമോ? ഇതുപോലെ പോയിരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അതുപോലെ ഞാൻ പറയാം. അതുകൊണ്ട് സ്വന്തം അനുഭവത്തിൽ ഇത് പഠിക്കാതെ നാട്ടുകാരൻ്റെ ഉള്ള അനുഭവത്തിൽ നിന്നും പഠിക്കാൻ നോക്കുക, രക്ഷപ്പെടാൻ നോക്കുക. ഈ വേറെ വല്ല ഇതിനെക്കുറിച്ച് ഇത് മാനസിക രോഗം, അനാവശ്യ ചിന്തകൾ എന്തും, അത് ദൈവത്തെക്കുറിച്ച് ആയിക്കോട്ടെ വേറെ എന്തിനെക്കുറിച്ച് ആയിക്കോട്ടെ, അനാവശ്യമായിട്ട് ഓവർ തിങ്കിങ് വരുന്നു. അത് മാനസിക രോഗത്തിന്റെ ലക്ഷണമെന്ന് മനസ്സിലാക്കുക. മനുഷ്യന് ഈ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂടാതെ അതാത് ദിവസത്തെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് പോവുക, സന്തോഷമായിട്ട് പോവുക. ഇത് ഇപ്പൊ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ബുക്കുമായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞ കണക്ക് പുസ്തകമായിട്ട് നോക്കിയിരിക്കുവാടാ. അവള് സിനിമ കാണാൻ പോകുന്നുണ്ടോ? അവള് മനസ്സിൽ കുശുമ്പോൾ പറയുന്നുണ്ടോ? അല്ലെ അവള് അത് ചെയ്യുന്നുണ്ടോ, ഇത് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഇതുമായിട്ടിരിക്കുന്നവനല്ല കർത്താവ് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇവന്മാർ ഇങ്ങനെയുള്ള പാപചിന്തകൾ അടിച്ചു കയറ്റിയാലേ ഇവന്മാർക്ക് അടുത്ത പ്രവർത്തനമായിട്ട് എവിടേക്ക് വരാൻ പറ്റത്തുള്ളൂ. ആവശ്യമില്ലാത്തടത്ത് തീ കത്തിച്ചിട്ടിട്ട് ഇവൻ രക്ഷാപ്രവർത്തനത്തിന് വരുവാണ്. കാല് മടക്കി അടിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം. ഓടാന്ന് പറയണം, പണിയെടുത്ത് നിടാന്ന് പറയണം. എന്നാലേ ഇത് ഈ വ്യാധി ഒഴിഞ്ഞു പോകത്തുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.